பேசின வார்த்தை என் மனசுல இருக்கு. ஆனா அவன் யாரு, எங்க இருக்கா தெரியாது. ஆனா ஒண்ணு மட்டும் சொல்ற, അവൻ എനിക്ക് വേണം. ഈ മതളക്കം എന്ന് പറഞ്ഞ എന്തുട്ടാണ്? സന്തോഷം, മേലാകെ പെരുത്തു വരുന്ന സന്തോഷം. അത് ഈ ഭൂമിയിലെ സകല എള്ളിനും പുള്ളിനും ചെള്ളിനും കൃമിക്കും. എന്തിന് ഈ ഇരിക്കുന്ന പുളുന്താന് വരെയുള്ളതാ. ഫോണ് സ്വിച്ച് ഓഫ് ആണല്ല. ഇനിയവും വരാതിരിക്കുവോ? ഏയ് അങ്ങനെ ഉണ്ടാവും. അല്ല, ആളിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, വല്ല ഏടാകൂടത്തിലും പെട്ടു. എത്തി കുഞ്ഞുങ്ങളെ. കൊച്ചേട്ടൻ ഫോൺ ട്രൈ ചെയ്തിട്ടുണ്ടാവല്ലേ? ഞാൻ തന്നെ ഓഫ് ചെയ്തത്, അതാണ് സേഫ്. മധുരയിലെ ശക്തിവേലയുടെ അപ്പൻ്റെ ലായറാന്തത് ഞാൻ പറഞ്ഞ മണിമാമൻ, അഡ്വക്കേറ്റ് വീരമണി. ഇപ്പോൾ റിട്ടയർഡായി. എങ്കിലും മൂപ്പർക്ക് അവിടെ നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ മൂപ്പറ്റ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. காம்ப்ரமைஸ் ஆகிறதுக்கு ஏதாவது வழி இருந்தா அவர் சொல்றேன்னு சொல்லியிருக்காரு. വരും. അപ്പനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് രേഖാചിത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് ആ വഴിക്കൊന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് എക്സ്പെർട്ടിനെ ഞാൻ കൊണ്ടുവരാം. രാമു, നിനക്കിവിടെ പിടിപ്പത് പണിയണമെന്ന് എനിക്കറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ഞാൻ തിരിച്ചു വരുന്നത് വരെ അപ്പനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. എന്താ കൊച്ചേട്ടാ പറയുന്നത്? ഈ ഉയിർ നീയും വല്ലേട്ടനും ഇട്ട ദാനം. செத்து போயிட்டேன் டாக்டர் சொன்னதுக்கு அப்புறமும் காசெல்லாம் அள்ளி எரிஞ்சு போன உயிரை பிடிச்சி இழுத்துட்டு வந்தவன் நீ. உனக்காக நான் என்ன வேணாலும் செய்வேன். உன் அனுமதி இல்லாம இந்த மலைக்குள்ள ஈ காக்கா வர முடியாது. தைரியமா போயிட்டு வா. போ போயிட்டு. എന്താ സംശയം ഉണ്ടോ? இருபத்தி 4 மணி நேரம் ഈ ആட்கள் ഇവിടെ കാവലുണ്ട്. കൂടെ നാനുമുണ്ട്. ധൈര്യമായിട്ട് പോ. കരയുകയോ നെഞ്ചുകേറി ഇരുകടലാഴങ്ങൾ തേടുമേതു കരകൾ. കരയുകയോ നെഞ്ചുകേറി ഇരുകടലാഴങ്ങൾ തേടുമേതു കരകൾ. പൊയ്മുഖങ്ങൾ ചോടിയാടിവതിയുടെ മൂകനാടകം. വേഷമിട്ടൊതുങ്ങി നിന്നൊറിങ്ങും തേങ്ങലുകൾ. ഉരുകുകമെഴുതിരി അറിയൂ മലയുടെ നെറുകെ മാറാമുഖി നീറിപ്പുകയുകയാ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശക്തി സാർ ഒരു ആവശ്യമായിട്ട് തൃശ്ശൂര് വന്നെങ്കില് ആ ആവശ്യം നടത്തി തരേണ്ടത് ഈ പരമേശ്വരന്റെ കടമയാ. നമ്മള് തമ്മില് കച്ചവടത്തിന്റെ ബന്ധം മാത്രല്ലല്ലോ. അറിഞ്ഞിടത്തോളം വെച്ച് മധുരയിൽ വന്ന് ശക്തിവേലിനോട് കോർക്കുക എന്ന് പറയുമ്പോ ആള് ചില്ലറക്കാരനല്ല. അങ്ങനൊരു ശൂരത്വം ആർക്കാ ഇപ്പൊ തൃശ്ശൂരെന്ന് ചിന്തിക്കുമ്പോ
ഒരു പേരാ മനസ്സിൽ തെളിയുന്നുണ്ട്. അല്ല, അത് ശൂരത്വം ആവാം, വരുംവരായിക നോക്കാതുള്ള എടുത്തിയാട്ടോ ആവാം. രണ്ടായാലും സംഭവം നടന്ന തീയതിയും മറ്റും വെച്ച് നോക്കുമ്പോ അല്ല, ഊഹാപോഹാണ്. അല്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് അടുത്താളെ തപ്പാന്ന്. ഇതാണോ ആള്? തമ്പി, ഒരു ടീ കൊടുക്കും.